ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി ഫിഷ് അസർ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വർക്ക് ഏരിയ പുതുക്കി പണിയുന്ന ഒരു ചെറിയ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അത് പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയ ആദ്യം കെട്ടിയത് 2023 നവംബറിലാണ്. ഇപ്പോൾ 2 വർഷം പോലും ആയില്ല. അത് പൊളിച്ച് പുതുക്കി പണിയേണ്ടി വന്നതിൽ വളരെ വിഷമമുണ്ട്. അപ്പോൾ ഇതുപോലെ പണി ചെയ്യുന്ന പലരും കാണും. അപ്പോൾ ഇനി ചെയ്യാനുള്ളവർക്ക് ഒരു പ്രചോദനമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചതിന് ശേഷം ഒത്തിരി പ്രാവശ്യം പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമല്ല ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ സ്ഥലം ചെതലിൻ്റെ പ്രശ്നങ്ങളുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ കിച്ചൻ്റെ സ്ലാബ് വരുന്ന ആ ഭാഗത്തും അതിലോട് ചേർത്തായിരുന്നു ഞങ്ങൾ ഷീറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കാറിൻ്റെ ഷോറൂമാണ്. അപ്പോൾ അവരും ആ സൈഡിൽ നിന്ന് ഷീറ്റ് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വെയിറ്റും കൂടെ ആയപ്പം മതിലുകൊണ്ട് വിള്ളലായി. അപ്പോൾ അതുവഴി എലികളുടെ ശല്യം കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പല രീതിയിലും അത് അവോയ്ഡ് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. അപ്പോൾ ഷീറ്റ് പൊളിച്ചിട്ടതിന് ശേഷമുള്ള അവസ്ഥ ഒന്ന് കണ്ടു നോക്കാം. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലായി. ഇപ്പോൾ ഇതാ താർപ്പാളമൊക്കെ കെട്ടി ഷീറ്റൊക്കെ എടുത്ത് ഈ ലെവലിലിട്ട് എല്ലാം കുളമായി. ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് വൃത്തികേടായി. എത്ര നാളായെന്നറിയാമല്ല പണി നടന്നിട്ട്. ഒത്തിരി നാളൊന്നും ആയില്ല. അതിനു മുന്നേ ഈ ഒരവസ്ഥയിലോട്ടായി. ഇത് നിലനിർത്തിക്കൊണ്ടാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ വീടാണ്. നമ്മുടെ കിച്ചൺ ഈ പരിവായി. കാറിൻ്റെ വർക്ക്ഷോപ്പ്. ഇതാണ് നമ്മുടെ മേശിരി. ഇപ്പോൾ പരിപാടി തുടങ്ങി. എന്തായാലും വിള്ളൽ വന്നത് കാരണം പൊളിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥയിലായി. അപ്പോൾ ഈ വീട് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടമായി. ഒത്തിരി നഷ്ടമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നഷ്ടമായി. അന്ന് മുതൽ ഞങ്ങൾക്ക് ഓരോ രീതിയിലും ഇങ്ങനെ പണി ഇടിച്ചും പൊളിച്ചും ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അത് ആലോചിക്കുമ്പം തന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നോക്കി ആലോചിച്ച് വേണം ഓരോന്നും ചെയ്യാൻ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് അവരുടെ മതിൽ അങ്ങറ്റം വരെ ഉണ്ട്. അതിലും കുറച്ച് സ്ഥലങ്ങളിലെല്ലാം വിള്ളൽ വന്നു എന്ന് അവർ പറഞ്ഞു. എന്തായാലും അൽഹംദുലില്ലാ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അവർ ഞങ്ങൾക്ക് കൺസെൻറ്റ് തന്നു. വർക്ക് ഏരിയയുടെ പഴയ സ്ലാബെല്ലാം അതുപോലെ നിലനിർത്തിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം, ഷോറൂമിൻ്റെ അവിടെയെല്ലാം ഒത്തിരി വൃത്തികേടായി. അതെല്ലാം നമ്മൾ വൃത്തിയാക്കി കൊടുത്തു. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന അലമാരയെല്ലാം ഇവിടെ നിന്ന് ഇളക്കി ഞാനിതിനെ തിരിച്ച് വേറൊരു രീതിയിൽ ചെയ്യാമെന്നുള്ള ഐഡിയ എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ഏരിയ ഇടിച്ച മണ്ണാണ് ആ കിടക്കുന്നത്. അപ്പോൾ ഇനി പണി ചെയ്യാനുള്ള സാധനങ്ങൾ കുറേശ്ശെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒത്തിരി നഷ്ടത്തിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. നഷ്ടത്തിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമമാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒത്തിരി അങ്ങ് പന്നലാവും. അപ്പോൾ അവർക്ക് കൊടുത്ത ചായയുടെയും സ്നാക്സിൻ്റെയും വീഡിയോ കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അല്ലേ ഇത് തട്ടടിക്കാനുള്ള അല്ലേ? സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത പണി തന്നെ വീണ്ടും ചെയ്യുമ്പോൾ കാണുമ്പോഴൊക്കെ ഒരു വിഷമമുള്ള കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്തല്ലേ പറ്റൂ.
അപ്പോൾ എന്നെപ്പോലെ ഒത്തിരി പേര് കാണും ഇതേ അവസ്ഥയിൽ പോകുന്നവർ. അപ്പോൾ അൽഹംദുലില്ലാ ആർക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്ന് ഭവിക്കാതിരിക്കട്ടെ എന്നേ എനിക്ക് ദുആ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പുതിയൊരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും പാടില്ല. പക്ഷേ നമ്മൾ പണി ചെയ്തതിന് ശേഷം ഇതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള പണി ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഇരിക്കുന്ന സാധനങ്ങൾ അവിടെ നിന്ന് വാരി മാറ്റണം. അതുമാത്രമല്ല ആദ്യം ഇട്ട ടൈലെല്ലാം ഒത്തിരി അങ്ങ് വൃത്തികേടായി. പിന്നെ സ്ഥലപരിമിതി കൊണ്ടും പല കാരണം കൊണ്ടും നമുക്ക് ഇടിച്ചും പൊളിച്ചും ഒക്കെ പണിയേണ്ടി വരുമ്പോൾ നമുക്ക് അതിലും കുറേ നഷ്ടങ്ങൾ വരും. പിന്നെ അൽഹംദുലില്ലാ എൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരനാണ് പണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അണ്ണൻ നല്ല രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ പണിയെല്ലാം പൂർത്തിയാക്കി തന്ന് എല്ലാം നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ഹെയറായിട്ട് തന്നെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. Oh. അപ്പം കോൺക്രീറ്റിൻ്റെ അന്ന് അവർക്ക് കൊടുത്ത ഫുഡിൻ്റെ വീഡിയോയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ തന്നപ്പോൾ വൃത്തിയായിട്ടില്ല, ഇതിന്ന് വൃത്തികേടായിട്ട് കിടന്നു. പറഞ്ഞാട്ടതൊന്നും ഞാൻ കൊടുത്തപ്പോഴേ വൃത്തി. ആ മണ്ണ് വേണ്ടാത്തല്ലേ അത്. അപ്പം നിങ്ങൾ ഈ കാണുന്നത് വർക്ക് ഏരിയയിലിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇപ്പുറത്ത് വലിയ കിച്ചണിലോട്ട് മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇതെല്ലാം ഒതുക്കാൻ എന്തുമാത്രം പാടുണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ അലമാര എടുത്ത് തിരിച്ച് കട്ട് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ റെഡിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. അവർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞതുപോലെ പണി ചെയ്ത് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ എല്ലാം ഹയറായി ഞാൻ വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ പണിയെല്ലാം ഒരുവിധം തീർന്നതിന് ശേഷം അവിടെ നിന്ന് മാറ്റി വെച്ചിരുന്ന പാത്രങ്ങളും എല്ലാ സാധനങ്ങളും ഞാൻ അങ്ങോട്ട് വർക്ക് ഏരിയയിലോട്ട് മാറ്റിയിട്ട്
നമ്മുടെ മെയിൻ കിച്ചൺ കഴുകി വൃത്തിയാക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ ഈ ഒരു അവസ്ഥയിൽ കിച്ചൺ എത്തിയപ്പോൾ തന്നെ നല്ലൊരു സന്തോഷമായി. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.